ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ അടുത്തൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാമയാണെങ്കിൽ നമ്മൾ ശ്രുതിയെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരിക കേട്ടോ. അവിടെ വന്ന് ചന്ദ്രയുടെ നല്ല വഴക്കുണ്ടാക്കുന്നുണ്ട്. നീ അത് സൂക്ഷിക്കണമായിരുന്നു, നിൻ്റെ മരുമോളെ സൂക്ഷിക്കേണ്ട നിൻ്റെ കടമയല്ലേ. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു പണക്കാരിയായിട്ടുള്ള മരുമോളെ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. ആ ശ്രുതി എന്നാലും ഇങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ. പാർക്കിലും അവിടെ എവിടെയൊക്കെ ജോലി ഇല്ലാണ്ട് കറങ്ങി നടന്നതും പോരാ, എന്നിട്ട് ശ്രുതിയെ മനസ്സ് വിഷമിപ്പിക്കുകയും ഇറങ്ങിപ്പോകാനുള്ള ഇടവരുത്തുകയും ഒക്കെ ചെയ്തില്ലേന്ന് ചോദിക്കട്ടോ. അപ്പോടനെ ചന്ദ്ര പറയണ, ഭാമയെ നീ എന്തറിഞ്ഞിട്ടാ പറയണത്? വീട്ടിലാകെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ആ സച്ചിയും രേവതിയും കൂടെയാണ്. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചി അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ശ്രുതിൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ടൊക്കെ പറഞ്ഞു. പിന്നെ ശ്രുതിക്ക് ജോലിയില്ലാത്ത കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ആയെന്ന് പറയാട്ടോ. ഭാമയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് പറയാം, നീ ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്രൻ, നീ കൂടുതലൊന്നും പറയണ്ട. ഇപ്പം ശ്രുതിയെ കാണാനില്ല, എന്നിട്ട് പോലും നീ നിൻ്റെ മോനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മോൻ്റെ സൈഡിൽ നിന്നാണ് പറയുന്നത്. എന്നിട്ട് സച്ചിയെയും രേവതിയെയും കുറ്റപ്പെടുത്തുന്നു. സച്ചി എന്ത് തെറ്റാ ചെയ്തത്? ആ കുടുംബത്തിൽ തുടക്കം മുതൽ എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത് നിൻ്റെ മൂത്ത മോൻ തന്നെയാണെന്ന് പറയാട്ടോ. എന്നിട്ട് പറയുന്നത് ചന്ദ്രയ്ക്ക് ദേഷ്യം വരുമ്പോൾ വീണ്ടും ഭാമ പറയാണ്, അതെ, തുടക്കത്തിൽ തന്നെ ഇവൻ അച്ഛൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയി. ആ ഒരു കല്യാണം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവൻ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് എന്താ, വീണ്ടും പൈസ അടിച്ച് മാറ്റി. ഇപ്പോൾ ദാ വീണ്ടും ജോലിയില്ലാണ്ട് ആരും അറിയാണ്ട് കറങ്ങി നടക്കുകയൊക്കെ ചെയ്തു. ഇവൻ എന്ത് ഭാവിച്ചാൽ എങ്ങനെ നടക്കുന്നത്? അവനൊരു മടിയൻ, അത്ര തന്നെ. നിനക്ക് നിൻ്റെ മോനെ പറയുമ്പോൾ നിനക്ക് തട്ടും, അതാ. എന്നിട്ട് പാവം പിടിച്ച സച്ചിയെ കുറ്റം പറയും. സച്ചിയും രേവതിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവർ ചെയ്ത കാര്യം തുറന്ന് ചോദിക്കുന്നു മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും ചന്ദ്രയ്ക്ക് ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ തൻ്റെ മൂത്ത മോനെ പറയണത് എന്തായാലും ഇഷ്ടമാവുന്നില്ലല്ലോ. ഭാമയോട് പറയുന്നുണ്ട്, ഭാമയെ അങ്ങനെയല്ല, ആ സച്ചി തന്നെയാണ് പ്രശ്നക്കാരൻ. സച്ചിക്ക് എന്ത് ഈ കാര്യം ശ്രുതിയോട് പറയേണ്ടായിരുന്നല്ലോ. ബാക്കിയുള്ളവരോട് പറഞ്ഞാലും ശ്രുതി ഇല്ലാത്തപ്പോൾ പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. ഇനിയിപ്പോൾ എല്ലാം ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ മലേഷ്യയിൽ അവളുടെ അച്ഛൻ വന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അവർ തന്നെ എന്താ വിചാരിക്കും? അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവളെ കണ്ടുപിടിച്ചോ. പിന്നെ നീ വിചാരിക്കും പോലെയല്ല ഇന്നത്തെ മരുമക്കൾ, പണ്ടത്തെ പോലെയല്ല. അവർക്ക് വേണ്ടാന്ന് വെച്ചാൽ കളഞ്ഞിട്ട് അവരങ്ങ് പോവും. വല്ല ഡൈവോഴ്സ് അങ്ങനെ എന്തെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ മനസ്സ് പ്രയാസപ്പെടുത്തി വല്ല ആത്മഹത്യക്കും ശ്രമിക്കും. അതുകൊണ്ട് വല്ല റെയിൽവേ ട്രാക്കിലോ അല്ലാതെ ബസ് സ്റ്റാൻഡിലോ അവിടെ ഇവിടെയൊക്കെ പോയി അവളെ തപ്പെന്ന് പറയുന്നു. ചന്ദ്ര ആകെ വരയ്ക്കാട്ടോ. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ പേടിച്ചിട്ട് ചോദിക്കണേ, എന്താ മാമേ നീ ഇങ്ങനെയൊക്കെ പറയണേ? അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കില്ലേ. പിന്നെ അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? നീ എന്തായാലും നിൻ്റെ മോൻ്റെ സപ്പോർട്ട് ചെയ്ത് പറയാതെ ഇനിയെങ്കിലും അവനോട് ജോലിക്ക് പോയി നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാൻ പറ. അതുമാത്രമല്ല, ശ്രുതിയെപ്പോലെ ഒരു പെങ്കുച്ചിനെ അവന് നല്ല പോലെ കൊണ്ടു നടത്തേണ്ടത് നിങ്ങളുടെ കട, നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാനും വയ്യ. എത്രയും വേഗം ആ റെയിൽവേ ട്രാക്കിലോ അവിടെ എവിടെയൊക്കെ ഒന്ന് പോയി നോക്കാൻ മറക്കരുതേ എന്നും പറഞ്ഞ് ഭാമ അവിടെ നിന്ന് പോവാട്ടോ. വാലിന് തീ പിടിച്ചാണൊക്കെ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഈ സമയം തന്നെ നമ്മുടെ സച്ചി നേരെ കാറിൽ പോവാട്ടോ. കാറിലിരുന്നും കൊണ്ട് തന്നെ ശ്രുതിയെ ശരിക്കും പൊരിക്കുകയാണ്. അവസാനം സച്ചിയുടെ വായിരിക്കണ കേട്ട് ശ്രുതി പറയണം, നീ ഒരു കാര്യം ചെയ്യും, വണ്ടി ഇവിടെ നിർത്ത്, ഞാൻ ഇറങ്ങി പൊക്കോളാം, എനിക്ക് വയ്യ നിൻ്റെ കൂടെ നടക്കാനെന്ന് പറയാട്ടോ. എന്നാൽ പിന്നെ നീ തന്നെ കണ്ടുപിടിക്കാതെ എന്നാൽ പിന്നെ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് കാർ അവിടെ നിർത്താട്ടോ. കാറ് നിർത്തിയിട്ട് ശ്രുതി അതിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് രേവതി വിളിച്ചിട്ട് പറയും, എന്തായി കാണിക്കണേ, നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വിളിക്കാം. സച്ചിയേട്ടൻ ആവശ്യമില്ലാത്തൊന്നും പറയില്ലേ, ഓരോ സമയവും സന്ദർഭവും അനുസരിച്ച് വേണം ഓരോന്നും പറയാം, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? അയാളാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും പറയില്ലെന്ന് വഴക്ക് പറയാട്ടോ. കാറിലേക്ക് നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബോൾ അങ്ങോട്ട് വന്ന് വീഴാട്ടോ. നോക്കുമ്പോൾ നമ്മൾ ശ്രുതിയുടെ മോനാണ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ ക്രിക്കറ്റ്. അപ്പോഴാണ് ഇവരെ കാണുന്നത്. അങ്ങനെ ഓടി വന്നിട്ട് അങ്ങനെ സച്ചിയെ കണ്ടിനെ രേവതി ആൻറ്റീനെയൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാൻ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നേരെ ശ്രുതിയുടെ വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ ശ്രുതിയുടെ അമ്മ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക്. ശ്രുതി ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് അമ്മയോടത്ത് പറഞ്ഞ് കരയുന്നുണ്ട്, എന്തായാലും ശ്രുതി എന്നെ ഇങ്ങനെയൊക്കെ ചതിച്ച് കളഞ്ഞല്ലോ എന്ന്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ നീ അവരോടൊക്കെ ചെയ്യുന്നത് വലിയൊരു ചതിയല്ലേ, അതൊക്കെ മറച്ചു വെച്ച് നീ ജീവിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിനക്ക് ക്ഷമിച്ചുകൂടെ? അല്ലെങ്കിൽ തന്നെ ഓരോ ഭർത്താക്കന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, കള്ളുകുടിയും പെണ്ണുപിടിയും ഒക്കെ ഉള്ള എത്രയോ ആണുങ്ങളുണ്ടെന്നറിയോ? അതനുസരിച്ച് ആ കുടുംബക്കാർ നല്ലവരല്ലേ, ആ പയ്യനും നല്ലവർ തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം നല്ല കുടുംബം തന്നെയാണ്. പിന്നെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ പോലും പറ്റിയില്ല.
ഞാൻ തന്ന ജീവിതം നിനക്ക് ദോഷമായി വന്നു. നീയായിട്ട് കണ്ടുപിടിച്ചത് എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ഇന്ന് എനിക്ക് അതിനോട് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് നീ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അങ്ങനെ അമ്മയെ വഴക്ക് പറഞ്ഞിട്ട് നേരെ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് വന്ന് കിടക്കുമ്പോഴാണ് കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ ഓടി പുറത്തേക്ക് വന്ന് നമ്മുടെ ശ്രുതി നോക്കുമ്പോൾ ശ്രുതി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ശ്രുതിയും അതുപോലെ സച്ചിയും രേവതിയൊക്കെ വരണം. പെട്ടെന്ന് തന്നെ പുറത്ത് കിടന്ന ചെരുപ്പും ബാഗും പേഴ്സും മൊബൈലും ഒക്കെ എടുത്തിട്ട് അടുക്കള വഴി പുറകിലേക്ക് ഓടിയിട്ടോ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം ചോദിക്കുക. അതേ ശ്രുതി വന്നിട്ടുണ്ട്. അയ്യോ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ വന്നത്? കറക്റ്റ് ഇവിടെ തന്നെ എത്തിയല്ലോ. എന്താണാവോ അമ്മ അങ്ങോട്ട് ചെന്നൊന്ന് സംസാരിക്കുന്നു പറയാട്ടോ. അങ്ങനെ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ സച്ചിനെയും രേവതിയൊക്കെ കാണുമ്പോൾ തന്നെ സന്തോഷമാവുകയാണ് അവർക്ക്. അവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടെ ആ കൊച്ച് പറയുന്നുണ്ട് കേട്ടോ, ആൻറ്റി എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ രേവതി ചോദിക്കുന്നുണ്ട്, ഏതാ ആൻറ്റി, മോൻ്റെ അമ്മ എങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കുക. അല്ല, നമ്മൾ ബന്ധത്തിലുള്ള ഒരു കുട്ടി ഇവിടെ വന്നിരുന്നു, അതിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ കൊച്ച് പറയുന്നത്, അല്ല കല്യാണ ആൻറ്റിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കണേ, കല്യാണിയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടനെ ഇവർ ആ കൊച്ചിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇങ്ങനെ വന്നേ മോനെ, ഇങ്ങനെ വന്നേന്ന് പറഞ്ഞ് മാറ്റി നിർത്താണ് കേട്ടോ. പക്ഷേ അവനാണെങ്കിൽ നേരെ നമ്മുടെ സുധീരെ അടുത്ത് പോയി സംസാരിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്കിളിന് കാറുണ്ടോ, എൻ്റെ കാറ് കണ്ടില്ലേ, എൻ്റെ ആൻറ്റി വാങ്ങി തന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടെ രേവതി കാര്യം പറയുന്നുണ്ട്, എന്തിനാ വന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറഞ്ഞുകൊണ്ട്, ഞങ്ങളൊരു ഫ്രോഡിനെ അന്വേഷിച്ച് വന്നേന്ന്. ഫ്രോഡോ, അതാരാ? അപ്പോൾ തന്നെ പുറകെ അടുക്കള വശത്ത് നിന്ന് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്രുതി. ഇവൻ്റെ ഭാര്യ ഇവനെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു ഇവൻ കാരണം എന്നൊക്കെ ഇങ്ങനെയൊന്നും പറയാം കേട്ടോ. അപ്പോൾ രേവതി സച്ചിനെ വഴക്ക് പറയുകയാണ്. എന്നിട്ട് രേവതി തന്നെ കാര്യങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കുട്ടീനെ അമ്മ കണ്ടിട്ടുണ്ടോ, അമ്മയ്ക്ക് അറിയില്ലേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യേനെ അന്ന് വീട്ടിൽ വന്നപ്പോൾ? എനിക്കറിയാം, പക്ഷേ എനിക്ക് മുഖമൊക്കെ മറന്നുപോയി എന്ന് പറയാം കേട്ടോ. അപ്പം തന്നെ ശ്രുതി ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട്, അയ്യോ എനിക്ക് അറിയില്ല എന്ന് വിക്കി പറയാണ് കേട്ടോ. അപ്പോൾ ആ കൊച്ചു പറയാണ്, അതേ ഫോട്ടോ എന്നെ കൂടെ കാണിച്ചു തരാമോന്ന്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മ അത് മാറ്റി, വേണ്ട മോൻ അതൊന്നും കാണണ്ട, മോൻ ഇങ്ങോട്ട് മാറി നിന്നേ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശ്രുതി എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. അവസാനം ഒരിടവും ഇനി എവിടെ പോയി അന്വേഷിക്കാൻ പറ്റും, നമുക്ക് തിരിച്ചു പോകാമെന്നുള്ള സ്റ്റേജ് ആകുമ്പോൾ ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ടോ. എന്നാലും ശ്രുതിയോട് ഞാൻ ചെയ്തത് തെറ്റായി പോയി, വേണ്ടിയിരുന്നില്ല. അപ്പം ഞാനിത് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ കാലി വീഴും, ഞാൻ മാപ്പ് പറയും. അവൾക്ക് വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ജോലിയില്ലാത്ത കാര്യം പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അറിഞ്ഞപ്പോൾ അതിലും വലിയ വിഷമം. ഞാൻ അവളെ ചീറ്റ് ചെയ്തതുപോലെയാണ് അവൾ വിചാരിച്ച് വച്ചിരിക്കുന്നത്. അത് താങ്ങാനാവാതെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി എങ്ങനെ അവളെ ഒന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പൊട്ടി കരയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ തന്നെ ശ്രുതിയുടെ അമ്മയ്ക്ക് സങ്കടം വന്ന് കരയാണ്, ഒന്നും മിണ്ടാൻ പറ്റാതെ. ഇതെല്ലാം കണ്ടും കേട്ടും വെളിയിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ശ്രുതിയോട് അമ്മ പറയുന്നുണ്ട്, മോൻ വിഷമിക്കണ്ട, വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും പിണക്കം മാറുമ്പോൾ ആ കുട്ടി അങ്ങ് എത്തിക്കോളും എന്ന് സമാധാനിപ്പിച്ച് വിടുക കേട്ടോ. എന്നിട്ട് വന്നിട്ട് നമ്മൾ ശ്രുതിക്ക് കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇത്രയും നല്ല ഭർത്താവിനെ ഇട്ടിട്ടാണ് ഇവിടെ ഇനി വന്നത്, മര്യാദയ്ക്ക് നീ തിരിച്ചു പോക്കോ എന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞുകൊണ്ട്, ഇല്ല ഞാൻ ഇനി അമ്മയോടും മോൻ്റോടും തന്നെ ഇവിടെ നിൽക്കും, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ, ഇത്രയും നാളില്ലാത്ത സ്നേഹം നിനക്ക് എവിടെ നിന്നാണ് വന്നത്? ഞാനും മോനും ഒക്കെ നിനക്ക് നേരത്തെ സ്നേഹവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നല്ലോ, ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് വന്നത്? അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാനും ജീവിക്കാനും ഒക്കെ. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നിൻ്റെ അവിടെ പോ. ആ പയ്യനെ എത്ര നല്ല സ്വഭാവമുള്ളവനാ. അതുമാത്രമല്ല, നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുടുംബം മൊത്തം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ നിനക്ക് മനസ്സിലാക്കിക്കൂടെ? നീ അവിടെ തന്നെയാണ് ജീവിക്കേണ്ടത്. പിന്നെ ഞാനായിട്ട് കണ്ടുപിടിച്ച ജീവിതം ഇങ്ങനെയൊക്കെ ആയി, നീയായിട്ട് കണ്ടുപിടിച്ചത് നീ നല്ല ജീവിതം ജീവിക്കാൻ നോക്ക്. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യാൻ ഇവിടെ ഇരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കൊടുക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി തീരുമാനിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു പൊക്കോളാം. അങ്ങനെ ഇവരെല്ലാം കാറിൽ എല്ലായിടും കിടന്ന് അന്വേഷിക്കുകയാണല്ലോ. അന്വേഷിച്ചിട്ട് തിരിച്ചു പോകുന്ന നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മയെ കാണുന്നതും പൊട്ടി കരഞ്ഞു പോകാൻ കേട്ടോ. ശ്രുതിനെ ഒരിടത്തും കാണുന്നില്ല അമ്മയെന്ന് പറഞ്ഞ് പൊട്ടി കരയാണ്. അപ്പോൾ എന്നിട്ട് സച്ചിയുടെ നേരെ വീണ്ടും തുടങ്ങി, എന്താണെന്ന് വെച്ചാൽ ഇവൻ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്, ശ്രുതി ഓടിപ്പോയെന്നും പറഞ്ഞ് പ്രശ്നങ്ങളോട് തുടങ്ങി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സച്ചിക്കും ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ ഭാര്യ പോയി ഞാൻ എന്താണ് ചെയ്യാനായിട്ട്? ഇപ്പം തന്നെ എത്ര രൂപയുടെ പെട്രോളാണ് നഷ്ടമാണ്, ഡീസലാണ് പോയിരിക്കുന്നത്, മര്യാദയ്ക്ക് എൻ്റെ പൈസ ഇങ്ങോട്ട് തന്നോ എന്ന് പറയുമ്പോൾ, നിനക്ക് കാശെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളോടോ എന്ന് ചോദിക്കുക കേട്ടോ ശ്രുതി. കാശെന്നുള്ള ചിന്ത എനിക്കല്ലല്ലോ, നിനക്കല്ലേ, നീയല്ലേ പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് വഴക്കൂടെ. അപ്പോഴാണ്
ശ്രുതി അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കാണുമ്പോൾ എല്ലാവരും അന്തം വിട്ടു പോവുക. ഇതിനകത്ത് കയറി ഒളിച്ചു നിന്നിട്ടാണോ നമ്മുടെ നാട് മുഴുവൻ നമ്മളെ കൊണ്ട് അലയിപ്പിച്ചത് എന്ന് പറയുകയാണ് കേട്ടോ സച്ചി. അപ്പോൾ ഉടനെ ചന്ദ്ര പറയണുണ്ട്, അവളിപ്പോൾ കയറി വന്നതേ ഉള്ളൂ, ഞാൻ കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്, അതിനിടയ്ക്ക് ഇവിടെ വഴക്ക് തുടങ്ങിയില്ലേ നീ എന്ന് പറഞ്ഞ് സച്ചി വഴക്ക് പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ സച്ചിയുടെ മേലെ തിരിഞ്ഞിട്ടുണ്ട്. സച്ചി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. വർഷ ഉൾപ്പെടെ അങ്ങ് പറയാം കേട്ടോ. ശ്രീകാന്തും വർഷയും എല്ലാവരും സച്ചിയെ ഒറ്റപ്പെടുത്തി പറയാം. പക്ഷേ രേവതിയാണെങ്കിൽ സച്ചിക്ക് വേണ്ടി പറയാണ്. സച്ചിയേട്ടനെ ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട്. അങ്ങനെ ശ്രുതിക്ക് മാത്രമല്ല, അങ്ങനെ ആരും ഒന്നും ചോദിക്കേണ്ടെന്ന് ശ്രുതി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള അവകാശമുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ചന്ദ്ര നേരെ രേവതിയുടെ നേരെ തിരിയുന്നുണ്ട്. അവസാനം അച്ഛനും സഹിയിട്ട് അച്ഛൻ പറയുകയാണോന്ന് എല്ലാവരും ഒന്ന് നിർത്തിക്കുകയെന്ന്. എന്തായാലും നമ്മുടെ ശ്രുതി വന്ന അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ ഇവൻ്റെ വായിക്കണമൊന്നും കേൾക്കേണ്ട ഗതികേട് എനിക്കില്ല, ഇനി മേലിൽ ശ്രുതി ആവശ്യമില്ലാതെ പറയരുതെന്ന് പറഞ്ഞിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്ക് സഹിക്കാനാവില്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഇറങ്ങി പോകുമെന്ന് പറയാട്ടോ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.